ഗുഡ് മോർണിംഗ് all of you. നമസ്കാരം എല്ലാവർക്കും. ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ഓറഞ്ച് ചാപ്പൽ മോട്ടിവേഷണൽ മോസ്റ്റർ. ഫോക്കസ്, ഇയർ ഓഫ് ഫോക്കസ് 2025. ഇതിന്റെ 19ാമത്തെ സെഷനിലാണ് നമ്മളുള്ളത്. സൈക്കോളജി ഫോക്കസിനെ കുറിച്ച് പറയുന്നത്, ഫോക്കസ് എപ്പോഴും ഗോളുമായി കണക്ട് ചെയ്തതാണ്. ഫോക്കസ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. അങ്ങനൊരു സാധനം ശരിക്ക് ഒരു മിഥ്യയാണ്. ഫോക്കസ് എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ, ഇറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ ഗോൾസ്. അത് ഗോൾസിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളത്. സോ രണ്ട് ഫൈൻ ട്യൂണിംഗ് ആണ് നടക്കുന്നത്. ഒന്ന് ഡ്രീം അപ്ഡേഷൻ, രണ്ട് ഗോൾ ഫൈൻ ട്യൂൺ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ഫോക്കസ് കറക്റ്റായി വരുന്നത്. നമ്മൾ മുമ്പൊക്കെ ഈ കട്ട ഉള്ള ടോർച്ചുകൾ ഇങ്ങനെ തിരിച്ചിട്ട് ഫോക്കസ് സെറ്റ് ചെയ്യാറ്. ഇപ്പോഴും ഇലക്ട്രിക്കൽ ഏരിയ നന്നാക്കുന്ന സമയത്ത് വാഹനങ്ങളുടെ ലൈറ്റിന്റെ ഫോക്കസ് ശരിയാക്കുന്നത്. അത് എന്താണ് അതിൽ പ്രധാനമായിട്ട് അതിന്റെ ഗോൾ എന്താണ്? ശരിക്കും വഴിയുടെ അപ്പുറത്തേക്കൊക്കെ വണ്ടിയിലെ ലൈറ്റ് പോകുന്നതാണ്. അതിനപ്പുറം നമുക്ക് പോകുന്ന വഴിയിലൂടെ നമുക്ക് ലൈറ്റ് കിട്ടണം. അപ്പൊ അവിടേക്കാണ് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഫോക്കസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഗോൾ ഉണ്ടെങ്കിലേ ആവശ്യമുള്ളൂ. നമ്മൾ കുറേ ദിവസം ഇരുന്നിട്ട് ഫോക്കസിനെ കുറിച്ച് പറയുകയോ കുറേ സമയം ഫോക്കസിനെ കുറിച്ച് ആലോചിക്കുകയോ ഒത്തിരി ഫോക്കസിനെ കുറിച്ച് റിസർച്ച് ചെയ്യുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്തിട്ടും അതിനോട് വലിയ താല്പര്യം ഉണ്ടാവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഒരാൾക്ക്. കാരണം ഫോക്കസ് എന്ന് പറയുന്നത് ഒരു പഠന വിധേയമാക്കുകയോ റിസർച്ച് ഓറിയന്റഡ് ആയ ഒരു ടോപ്പിക് ആക്കുകയോ അതിനെക്കുറിച്ച് വലിയ പുസ്തകങ്ങൾ എഴുതുകയോ ഒക്കെ ചെയ്യുമ്പോഴും അതിന് തൊട്ട് പുറകിൽ ഗോൾ എന്ന് പറയുന്ന വളരെ നിർണായകമായ ഗതിവിഗതികൾ നിർണയിക്കുന്ന ഒരു തീയതി നിശ്ചയിക്കപ്പെട്ട സ്വപ്നമുണ്ടാവണം, അല്ലെങ്കിൽ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഉണ്ടാവണം എന്നുള്ളത്. സോ നമ്മൾ ഫോക്കസിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഗോൾ കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയം. അപ്പൊ ഇതുകൊണ്ടാണ് ഫൈൻ ട്യൂണിങ് ആവശ്യമാണ്. ഗോള് ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഫോക്കസ് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. സ്റ്റാർട്ടിങ് സമയങ്ങളിലൊക്കെ ജനറലി ഡ്രീം ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഒരു വെയ്ഗ് അല്ലെങ്കിൽ ഒരു ബ്ലർ മോഡിലായിരിക്കും ഉണ്ടാവുക. അവിടെ നിന്ന് അതിനെ ദിനം പ്രതി അല്ലെങ്കിൽ സമയം ഫൈൻ ട്യൂൺ ചെയ്തെടുത്ത് മെല്ലെ ഫൈൻ ട്യൂൺ ചെയ്തെടുത്ത് അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പോൾ സൈക്കോളജി പറയുന്നത് ശരിക്കും ഓരോ ദിവസവും തൻ്റെ ഗോളിനെ കുറിച്ച് കൃത്യമായി ടൈം അലോക്കേറ്റ് ചെയ്ത് ചിന്തിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ്. അത് എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ആ പ്ലാന് അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നതിന് ഓരോ ദിവസവും അത് റീവർക്ക് ചെയ്യണം എന്നാണ് പ്ലാൻ. കഴിഞ്ഞ 2023 നവംബറിൽ 2024 ഇയർ ഓഫ് ഫൗണ്ടേഷനിൽ നമ്മൾ സംസാരിക്കുമ്പം അതിൽ കൃത്യമായിട്ടിരിക്കും. അതിന് 10-40 ദിവസം നമ്മൾ അത് സെഷൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി പ്ലാൻ റീവർക്ക് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പോൾ ഫോക്കസ് ഗോൾ ഓറിയൻറ്റഡ് ആകുമ്പോൾ ആ ഗോളിനെ ഡെയിലി റീവർക്ക് ചെയ്ത് അതിനെ എൻഹാൻസ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്ത്
അതിനെ റീകറക്റ്റ് ചെയ്ത് അതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് കൊണ്ടേയിരിക്കണം. ആ വീഡിയോ സിസ്റ്റത്തിൽ അവൈലബിൾ ആണ് യൂട്യൂബിൽ. അപ്പം നിങ്ങൾക്ക് ആളുകൾക്ക് അത് ഒബ്സർവ് ചെയ്യാം, അത് ശ്രദ്ധിക്കാം. 1400 സംതിങ് സീരീസിൽ അതുണ്ടാവും. 1400, 1300 സംതിങ്. എനി ഹൗ, ജീവിതത്തിൽ വലിയ ഗോളുകളിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടാൻ നിലവിൽ ഫോക്കസ്ഡ് അല്ലാത്ത ഒരാൾ ഡിസ്ട്രാക്റ്റഡ് ആവേണ്ടത് ഗോളിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആവണം. അപ്പോഴാണ് ലൈഫിന് എന്താ പറയുക, ഒരു ഇമോഷൻസ് ഒക്കെ കടന്നു വരുന്നത് ശരിക്കും. സോ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഫോക്കസിനെ കുറിച്ച് ഞാൻ പഠിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ കയ്യിൽ ഗോള് കറക്റ്റായിട്ടുണ്ടോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ ഫോക്കസിനെ കുറിച്ച് പറയുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമെന്നല്ലാതെ, ആളുകളോടൊക്കെ പറയാൻ പറ്റുമെന്നല്ലാതെ, മറിച്ച് തൻ്റെ കയ്യിൽ ഗോളൊന്നും ഇല്ലാത്ത ഒരാൾ ഫോക്കസിനെ കുറിച്ച് പഠിക്കേണ്ടതില്ല. വെറുതെ തീ കൂട്ടി കത്തിച്ചു. എന്തിനാണ് തീ കൂട്ടി കത്തിക്കുന്നത്? നമ്മൾ പറമ്പൊക്കെ നന്നാക്കുന്ന സമയത്താണ് തീ ചണ്ടിയൊക്കെ കൂട്ടിയിട്ടിട്ട് വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നതാണ്. അപ്പോൾ ആ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുന്നത്, അപ്പം വെറുതെ ഈ പറമ്പിൽ എവിടെ തീ കത്തിയാലും അതിനകത്തൊരു റീസൺ ഉണ്ടാവും, വെറുതെ കത്തില്ല. അതെന്താ കാരണം? ഒന്ന്, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കാണാൻ കശുവണ്ടി ചൂടാൻ വേണ്ടിയിട്ട് തീ കൂട്ടി കത്തിക്കാറുണ്ട്. പിന്നെ ഈ ഡിസംബർ ജനുവരി സമയത്ത് തണുപ്പുണ്ടായതുകൊണ്ട് നല്ല തണുപ്പുണ്ടാവും കുട്ടിക്കാലത്തൊക്കെ, എനിക്ക് ഓർമ്മയുണ്ട്. രാവിലെ നമ്മൾ തലേന്ന് വൈകുന്നേരം കൂട്ടി വെച്ചിട്ട് രാവിലെ കത്തിച്ചിട്ട് അതിനകത്ത് തീക്കായി. പിന്നെ വേസ്റ്റുകളൊക്കെ കുഴിയിലെവിടെയെങ്കിലും കൂട്ടിയിട്ടിട്ട് കത്തിക്കും, എന്നിട്ട് അത് വെണ്ണീറാക്കി കളയാം, വളമാക്കി കളയാൻ വേണ്ടിയിട്ട്, കൃഷിക്ക് ഉപയോഗിക്കാൻ. വെറുതെ വെറുതെ ഒരു 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 കത്തിക്കലില്ല. അതിനകത്തൊക്കെ ഒരു ഗോൾ ഉണ്ടാവും. അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് അതെല്ലാം വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ഗോള് നിർബന്ധമായിട്ടുണ്ടാവും. ആ കത്തിക്കുന്ന തീയിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കും, കാരണം കശുവണ്ടി കരിഞ്ഞു പോകാൻ പാടില്ല. കത്തിക്കുന്ന തീ ആളിക്കഴിഞ്ഞാൽ തെങ്ങിന് പാളിപ്പോവും, അല്ലെങ്കിൽ മരത്തിന് പിടിക്കും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പ്ലാൻഡ് ആയിരിക്കും. അപ്പോൾ പ്ലാൻഡ് ആയിരിക്കും ആ ആക്ഷൻ. വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിളുകൾ നിങ്ങളുടെ അടുത്തുണ്ടാവും. സോ സ്വന്തമായിട്ട് ഡ്രീമില്ലെങ്കിൽ ഡ്രീമുകൾ റീവർക്ക് ചെയ്യണം, പുതിയ സ്വപ്നങ്ങൾ ആഡ് ചെയ്യണം. സാർ സ്വപ്നങ്ങളൊന്നുമില്ല സാർ, ഇനി എന്ത് സ്വപ്നം, കുറേ സ്വപ്നം കണ്ടു, ഇനി സ്വപ്നത്തിലൊന്നും വലിയ പ്രസക്തിയില്ല, അങ്ങനെ പോണു ജീവിതം എന്നൊക്കെ പറയും ചില ആൾക്കാർ. അതല്ല, ജീവിതം ജീവനമുള്ളിടത്തോളം കാലം മനുഷ്യന് സ്വപ്നം കാണാനുള്ള അവകാശം ഉണ്ടല്ലോ. സോ എന്തും സ്വപ്നം കാണാൻ സാധിക്കും. സ്വപ്നം കാണുന്നതിന് ആരും ടാക്സ് കൊടുക്കേണ്ടതില്ല, അതിന് വാറ്റ് കൊടുക്കേണ്ടതില്ല. സ്വസ്ഥമായി ശാന്തമായി സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നത്തിനെ കൺവേർട്ടബിളായി ഗോളാക്കി മാറ്റാനും ഒക്കെ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ ചർച്ച ചെയ്യുന്ന ഫോക്കസിനൊക്കെ ഒരു അർത്ഥമുണ്ടാവും. സോ അർത്ഥമുള്ള ഫോക്കസ് ചിന്ത, അർത്ഥമുള്ള ഫോക്കസിനെ കുറിച്ചുള്ളൊരു പഠനമാവണമെങ്കിൽ കൃത്യമായ ഗോളിലേക്ക് നമ്മൾ എത്തി എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണം. സോ ലെറ്റ് us think or fine tune more of our goals. Then let us focus more for this coming year, 2025. Wishing you all the very best and have a great day. God bless. Thank you so much and love you all. ഓക്കെ സർ, താങ്ക് യു. ഏതായാലും ഇന്നും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണ്. ഫോക്കസ്